Next question, importance of equipotential surfaces. Okay, ഒരു കൊച്ചു ക്വസ്റ്റ്യൻ ആണ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കുമ്പോഴത്തേക്ക്, ആ സർഫസ് കാണുമ്പോഴത്തേക്കും, നമ്മൾ കോൺസെൻട്രിക് സ്ഫിയേഴ്സ് കാണുമ്പോഴത്തേക്കും നമ്മൾ എന്താ വിചാരിച്ചേ? നമ്മൾ കോൺസെൻട്രിക് സ്ഫിയേഴ്സ് കാണുമ്പോഴത്തേക്ക് സെന്ററിൽ ഒരു ചാർജ് കാണും. അപ്പോൾ സെന്ററിൽ ഒരു ചാർജ് ഉണ്ടെങ്കിൽ അവിടുത്തെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ കോൺസെൻട്രിക് സ്ഫിയേഴ്സ് ആയിരിക്കും. ഇനി യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എടുത്താൽ പാരലൽ പ്ലെയിൻസ് ആയിരിക്കും. നമ്മൾ പഠിച്ചല്ലേ? അപ്പോൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ആണ്. അപ്പോൾ പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ആണ് എന്ത് വരയ്ക്കുക എന്നുള്ളത്? ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കുക എന്നുള്ളത്. അപ്പോൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആയാലും ഡയറക്ഷൻ ആയാലും നമുക്ക് അതിൽ നോക്കാം. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഇപ്പോൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഈസ് എ പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ബോത്ത് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ പടം വരച്ച് കാണിക്കുന്ന ഒരു മെത്തേഡാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കുക എന്നുള്ളത്. ദെൻ അടുത്തെന്താണ്? ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഇരിക്കുക. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് എങ്ങനെ ഇരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. നമ്മൾ പറഞ്ഞല്ലേ, ആ പ്ലെയിൻസിനെ ഒന്ന് ആലോചിച്ച് നോക്ക്. പ്ലെയിനിന് പെർപെൻഡിക്കുലർ ഇലക്ട്രിക് ഫീൽഡ് പോകുന്നേ. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇനി അടുത്ത ഒരു പോയിന്റ് ഇവിടെ ഉണ്ട്. ഇനി ഇൻ എ റീജിയൻ ഓഫ് സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ഉള്ള സ്ഥലത്ത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വളരെ ക്ലോസർ ആയിരിക്കും. അപ്പോൾ ഇഫ് ഇ ഈസ് സ്ട്രോങ്, ഇ വളരെ സ്ട്രോങ് ആണെങ്കിൽ എന്താണ്? ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എങ്ങനെ ഇരിക്കും? ക്ലോസർ ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്നുള്ള സെക്ഷനിൽ പറയാനുള്ളത്. സോ സേ ദ ആൻസർ മലയാളത്തിൽ പറഞ്ഞാൽ മതി. എന്താണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ? ഇലക്ട്രിക് ഫീൽഡിന്റെ ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ആണ്, പടം വരച്ച് കാണിക്കുന്ന ഒരു മെത്തേഡാണ്. ഇനി ഇലക്ട്രിക് ഫീൽഡ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ്. ഇനി സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ഉള്ള സ്ഥലത്ത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ വളരെ ക്ലോസർ ആയിരിക്കും. അപ്പോൾ പറയൂ, ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഈസ് എ പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ബോത്ത് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. Equipotential surface is a pictorial representation of electric field both in magnitude and direction. Then for an equipotential surface, electric field will be normal to the surface. For an equipotential surface, electric field will be normal to the surface. Then in a region of strong electric field, equipotential surfaces are closer. In a region of strong electric field, equipotential surfaces are closer. That's all about importance of equipotential surface. ഓക്കെ, ഇനി നമ്മളൊരു പുതിയ സെക്ഷനിലേക്കാണ് പോകുന്നത്. കപ്പാസിറ്റേഴ്സ് ഓർ കണ്ടൻസേഴ്സ് എന്ന് പറയും. ഒരു കപ്പാസിറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 2 പ്ലേറ്റുകൾ കാണും, 2 മെറ്റൽ പ്ലേറ്റുകൾ കാണും. ഇതാ 2 മെറ്റൽ പ്ലേറ്റ്. ഓക്കെ, ഇനി ഈ പ്ലേറ്റുകൾക്ക് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് കൊടുത്തേക്കും. അപ്പോൾ ഇതിന് പോസിറ്റീവ് ആണെങ്കിൽ ഇതിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. രണ്ടിലെയും ചാർജിന്റെ അളവ് സെയിം ആയിരിക്കും. ഇതിനെ, ഈ പോസിറ്റീവ് പ്ലേറ്റിനെ കളക്ടിങ് പ്ലേറ്റ് എന്ന് പറയും. എന്താ പറയുക? പോസിറ്റീവ് പ്ലേറ്റിനെ കളക്ടിങ് പ്ലേറ്റ് എന്ന് പറയും. ഈ നെഗറ്റീവ് പ്ലേറ്റിനെ കണ്ടൻസിങ് പ്ലേറ്റ് എന്ന് പറയും. കണ്ടൻസിങ് പ്ലേറ്റ്. ഇനി ഇതിന്റെ ഇടയ്ക്കുള്ള സ്പേസില്ലേ, ഈ സ്പേസിൽ ഒരു ഇൻസുലേറ്റർ നിറച്ചിരിക്കും. ഈ ഇൻസുലേറ്ററിനെയാണ് നമ്മൾ ഡൈഇലക്ട്രിക് എന്ന് പറയുക. എന്താണ് പറയുന്നത്? ഡൈഇലക്ട്രിക്. ഇനി കപ്പാസിറ്ററിലെ ഈ സംഭവത്തിന്, കപ്പാസിറ്റർ എന്ന് പറയുന്ന സാധനത്തിന് ക്യാൻ സ്റ്റോർ ചാർജസ്. ചാർജിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓർ ക്യാൻ സ്റ്റോർ ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജിയെ സ്റ്റോർ ചെയ്യാൻ പറ്റും. കപ്പാസിറ്റർ എന്ന് പറയുന്ന സംഭവത്തിന് എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്? ചാർജിനെ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇനി കപ്പാസിറ്ററിന്റെ ചാർജ് എന്ന് ഉദ്ദേശിക്കുന്നത്, കപ്പാസിറ്ററിന്റെ ചാർജ് ഞാൻ Q എന്ന് പറയുന്നു. ചാർജ് എത്രയെന്ന് പറയുന്നു? Q ആണെന്ന് പറയുന്നു. കപ്പാസിറ്ററിന്റെ ചാർജ് Q ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം,
it is a charge of positive plate. അത് ഏതിന്റെ ചാർജ് ആണ്? പോസിറ്റീവ് പ്ലേറ്റിന്റെ ചാർജ് ആണ്, അല്ലാതെ മൊത്തത്തിലുള്ള ചാർജ് അല്ല. മൊത്തത്തിലുള്ള ചാർജ് എപ്പോഴും എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് ആരെ പറ്റി പറയേണ്ടത്? കപ്പാസിറ്ററിനെ പറ്റി പറയേണ്ടത്. ആരും ചോദിക്കില്ല. സോ കപ്പാസിറ്റർ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. സോ വാട്ട് ഡു യു നോ അബൌട്ട് കപ്പാസിറ്റേഴ്സ്? Give another name, condensers. Capacitor is an arrangement of two metal plates having equal and opposite charges. Then the positive plate is called collecting plate, negative plate is called condensing plate. The space between them is filled with an insulator called as dielectric. Then this setup can store charges, or this setup can store electrical energy. Then charge of the capacitor is represented by the letter Q. By charge of capacitor, I mean the charge of positive plate, not on the entire charge. The entire charge is 0. So by charge of capacitor, I mean the charge on positive plate of capacitor. Okay, that's all about capacitor. So what do we know about capacitor? A capacitor is an arrangement of two metal plates, two charged metal plates having equal and opposite charges. Then the positive plate is called collecting plate, negative plate is called condensing plate. The space between them is filled with an insulator known by the name dielectric. Then this setup can store charges, or this setup can store electrical energy. Then charge of the capacitor is represented by the letter Q. Charge of the capacitor indicates the charge on the positive plate of the capacitor only. Net charge on the capacitor is 0 because amount of positive and negative equal. So charge of the capacitor means charge on which plate? Positive plate. Now I told you this setup can store charges. This setup has a capacity to store charges. That capacity is known as capacitance. Capacitance. So capacitance indicates the ability to store charges. Capacitance is represented by the letter C. Capacitance is equal to Q by V. Capacitance is equal to Q by V. It is an equation to calculate capacitance. Q is a charge of positive plate. V is the potential difference between the plates. Then what will be the unit of capacitance? Unit of charge? Coulomb. So coulomb per volt. So coulomb per volt is a unit of capacitance. This coulomb per volt is known by the name farad. Coulomb per volt is known by the name farad. So what is a SI unit of capacitance? SI unit of capacitance is farad. Keep in mind. What is SI unit of capacitance? Farad. Now listen. Listen properly. Capacitance is equal to Q by V. Am I right? Then Q, then V means potential. Potential is equal to work divided by charge. Am I right? This Q will come up, so it becomes Q square divided by work. Now listen. Capacitance is equal to, what is a unit of charge? Coulomb. So coulomb square divided by work is joule. Okay. Then what is the SI unit of capacitance? It is farad. So 1 farad is equal to 1 coulomb square per joule. Then coulomb, you know, it is a big unit. It is a bigger unit. 1 coulomb, bigger unit we have studied. Then joule is a small unit. So this is greater, this is small. So this answer is a big number. So 1 farad is a very big number. 1 farad is a very big number, keep in mind. Once again, from the beginning, I will explain the whole things. See, what do you mean by a capacitor or condenser? It is an arrangement of two plates having equal and opposite charges. Okay. The positive plate is known by the name collecting plate. Collecting plate. And negative plate is known as condensing plate. Condensing plate. Okay. Then the space between them is filled with an insulator normally. Insulator. This insulator is known as dielectric.
dielectric. So as dielectric you can use mica, then the capacitor can be called as mica capacitor. If you use plastic, it is plastic capacitor. If it is paper, paper capacitor. No problem. Then this setup has a capacity to store charges. This setup can store charges, or this setup can store electrical energy. Then charge of capacitor means charge given to the positive plate, not on the entire charge. Entire charge is 0. So charge of capacitor indicates charge on which plate? Positive plate. Then the charge storing capacity, the charge storing ability is known as capacitance. Capacitance is calculated, it is represented by the letter C. It is equal to Q by V. Capacitance is equal to Q by V. Q is a charge of positive plate. V is a potential difference between plates. Am I right? So what is a equation to calculate capacitance? Capacitance is equal to Q by V. Then I want the unit of capacitance. Tell me what is a unit of capacitance. Charge coulomb divided by this is volt. So coulomb per volt is a unit of capacitance. This coulomb per volt is known as farad. Coulomb per volt is known as farad. So farad is a SI unit of capacitance. Okay, got it? Now capacitance is equal to what? SI unit farad. Capacitance is equal to Q by V. Am I right? Then Q, what is potential? Potential is equal to work by charge. This Q will come up. So it becomes Q square divided by work. Am I right? What is the unit of charge? Coulomb. So coulomb square divided by work joule. Am I right? Okay. Now listen. So farad is equal to coulomb square divided by joule. This is the result I got. Coulomb is a big number, you know. Joule is a small unit. Coulomb is a bigger unit. Joule is a smaller unit. So farad will be definitely a bigger one. So 1 farad is a big number. 1 farad is a big number. Okay.